ഇവിടെയാണ് ഇതിന്റെ റെക്കോർഡിംഗ് ഓപ്ഷൻ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കണ്ടാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ബോർഡിനെ നമുക്ക് ഇതേപോലെ തന്നെ ഫിക്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ബോർഡ് ശരിക്കും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സ്പേസർ, മെറ്റൽ സ്പേസർ നമ്മൾ ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഈ ബോർഡ് ഇതിൽ അറ്റാച്ച് ചെയ്യുക. അപ്പൊ അറ്റാച്ച് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ രീതിക്ക് തന്നെ ഇത് അറ്റാച്ച് ചെയ്യുക. ഇതാണ് ഇതിന്റെ റെക്കോർഡിംഗ് ഓപ്ഷനുള്ള ഒരു സ്വിച്ച് എന്ന് പറയുന്നത്, കണ്ടില്ലേ? ഇതാണ് ഇതിന്റെ സ്വിച്ച്. അപ്പൊ ഈ ലിവർ ഇങ്ങനെ പ്രസ് ആകുന്ന അനുസരിച്ചാണ് ഈ സ്വിച്ച് പ്രസ് ആകുന്ന അനുസരിച്ചാണ് ഇതിന്റെ റെക്കോർഡിംഗ് ആക്റ്റീവ് ആകുന്നത്. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ രീതിക്ക് ഇത് നിങ്ങൾ സ്ക്രൂ ചെയ്യണമെന്ന് പറയുന്നത്. വോൾട്ടേജിന്റെ ട്രാൻസ്ഫോമർ ആണ് നമുക്ക് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് വയറിംഗ് കൊടുക്കേണ്ടത് ഇതിലേക്കാണ്. ഇതിലേക്ക് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന 2 ലൈനാണ് ഇതിലേക്ക് ഫസ്റ്റ് നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ടത്. അതിന് 6 വോൾട്ടേജിന്റെ ട്രാൻസ്ഫോമർ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പം നമ്മൾ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള കണക്ഷൻ ഇതിലേക്ക് കൊടുത്തതിന് ശേഷം അടുത്ത് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത് ഹെഡ് ഇന്റർഫേസ് ആണ്. ഇത് ഹെഡിൽ നിന്ന് വരുന്ന ഒരു കണക്ഷനാണ്. അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ഇവിടെ പ്ലഗ് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ ഹെഡിൽ നിന്ന് വരുന്ന ഈ ലൈന് നമ്മൾ ഇതിലേക്ക് പ്ലഗ് ചെയ്തു. അടുത്ത ഓപ്ഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ മോട്ടർ വർക്ക് ചെയ്യുന്നത് 6 വോൾട്ടേജിലാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇവിടെ തന്നെ ഇതിങ്ങനെ പ്ലഗ് ചെയ്യുക, കണ്ടില്ലേ? ഇനി നമുക്ക് അടുത്ത് കൊടുക്കേണ്ടത് ഈ ഹെഡിന്റെ കണക്ഷനാണ്. ഈ ഹെഡിന്റെ കണക്ഷൻ നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെയാണ്, ഇതിന്റെ ഹെഡ് ലൈൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഹെഡിൽ നിന്നുള്ള സിഗ്നൽ നമുക്ക് ഇതിലിങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹെഡിൽ നിന്നുള്ള ലൈന് നമ്മൾ ഇതിലേക്ക് കൊടുത്തു. ഇവിടെ കറക്റ്റായിട്ട് തന്നെ CTIN മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇവിടെ ഓഡിയോ ഇന്നും ഓഡിയോ ഔട്ടും വരുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ഈ കണക്ടർ എടുക്കുക. അപ്പോൾ ഇതിനകത്ത് 2 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്, ഒന്ന് ഓഡിയോ ഔട്ടിനും ഒന്ന് ഓഡിയോ ഇന്നിനും വേണ്ടി. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഓഡിയോ ഇന്നിന്റെ ആവശ്യം വരാറുണ്ട്. അതിനാണ് ഇവിടെ ഓഡിയോ ഇൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തത് ഓഡിയോ ഔട്ട് എടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മളിത് ഓഡിയോ ഔട്ടും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിപ്പോൾ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഇതിലേക്ക് ഒരു 6 വോൾട്ടിന്റെ ട്രാൻസ്ഫോമർ കൊടുത്താൽ നമുക്ക് ഈ ഫംഗ്ഷൻ എല്ലാം എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത്. സംബന്ധിക്കുന്ന പാർട്സുകളും അടുത്ത ഉടനെ തന്നെ വരുന്നതായിരിക്കും. കിറ്റുകളാണെങ്കിലും കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇതിന്റെ പർച്ചേസ് റേറ്റ് വരുന്നത് 2500 രൂപയാണ്.